ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2018 ഒരു ഫാന്റസി അഡ്വഞ്ചർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സ്കോർപിയൻ കിങ് ബുക്ക് ഓഫ് സോൾസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫാന്റസി കഥകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈജിപ്ഷ്യൻ കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ള അനുബിസ് എന്ന് പറഞ്ഞൊരു ദൈവത്തെ പറ്റി അറിയാലോ. മരിച്ചവരുടെ ലോകത്തുള്ളൊരു ദൈവമാണിത്. ആ ദൈവത്തിനെ ആരാധിച്ച ഒരു രാജാവ് വർഷങ്ങളുടെ തപസ് മൂലം അനുബിസ് ദൈവം അവസാനം ആ രാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും വരമായിട്ട് രാജാവ് ഒരു വാള് ചോദിക്കുകയും ചെയ്യുന്നു. അനുബിസ് ദൈവമാണെങ്കിലോ അവനത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. നരകത്തിൽ നിന്നും ഒരു വാളുണ്ടാക്കി ആ രാജാവിന് കൊടുക്കുകയും ചെയ്യുന്നു. ആ വാള് കിട്ടിയതും ഈ രാജാവ് ഒരിക്കലും അടങ്ങിയിരിക്കുന്നില്ല. തനിക്ക് പോകാൻ പറ്റുന്ന എല്ലാ ലോകങ്ങളിലേക്കും പോയിട്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം കൊന്ന് ആ സ്ഥലം പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഈ സംഭവങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ആ വാള് കാണാതാവുന്നു. ഇപ്പൊ ആ വാള് എവിടെയാണ്, ഏത് സ്ഥലത്താണ് പുതഞ്ഞു കിടക്കുന്നത് എന്ന് പോലും ആർക്കും അറിയത്തില്ല. പക്ഷെ ഇപ്പോ ഒരു മുട്ടയ്ക്ക് ആ വാള് വേണം. അതിനുവേണ്ടി ലോകത്തുള്ള എല്ലാ പിരമിഡുകളുടെ ഉള്ളിലേക്കും അവൻ ആ ഒരു വാൾ അന്വേഷിച്ച് പോകുന്നു. അതും അതികൊടൂരമായിട്ടുള്ള പിരമിഡുകൾക്കുള്ളിലേക്ക്. പക്ഷെ അവനൊരു കാര്യം അറിയുന്നില്ല, ആ വാളെടുക്കാൻ പോയി കഴിഞ്ഞാൽ അവനെ തടയാൻ വേണ്ടി ഒരു സ്കോർപിയൻ കിങ് അതിന് കാവലായിട്ടുണ്ടെന്ന്. കഥ തുടങ്ങുമ്പോൾ തന്നെ വില്ലനായിട്ടുള്ള ആ ഒരു മുട്ട, അവന്റെ പേര് നെസ്ബെറക് എന്നാണ്. അവൻ അവന്റെ ആളുകളെയും കൂട്ടി ഈ വാളുള്ള ഒരു ഗുഹ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഗുഹയുടെ മുൻവശം പൊളിച്ച് എല്ലാവരും അകത്തേക്ക് കയറി വരും. അപ്പോൾ അവിടെയുള്ളൊരു കുഴിയുണ്ട്, അതിലേക്ക് തീ വെച്ച് കൊടുക്കുന്നതും ആ സ്ഥലത്ത് മുഴുവനായിട്ടും നല്ല വെളിച്ചം വരുന്നു. അങ്ങനെ അകത്ത് വന്ന് നോക്കി അവരാണെങ്കിലോ അവരുടെ കൂടെ തന്നെ മെനോഫർ എന്ന് പറഞ്ഞിട്ട് ഒരു പരുന്തിനെ കയ്യിൽ വെച്ചൊരു സ്ത്രീയുണ്ട്. അവരിപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചിട്ടാണ്. ഇതിപ്പോഴുള്ള എഴുത്തുകളല്ല, നൂറ്റാണ്ടുകൾക്ക് മുന്നേയുള്ള മെസപ്പൊട്ടോമിയൻ അക്ഷരങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഈ സ്ത്രീക്കല്ലാതെ വേറെ ആർക്കും ഇത് വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇതേ വാക്കുകൾ തന്നെ അടുത്തുള്ളൊരു ശവപ്പെട്ടിയുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളെല്ലാം ആ സ്ത്രീ വായിച്ചിട്ട് ഇവരെന്തായാലും നമുക്ക് വില്ലിന്ന് വിളിക്കാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇപ്പോൾ വില്ല് ചെന്ന് ആ ശവപ്പെട്ടിയിലേക്ക് കൈവയ്ക്കുമ്പോൾ അവരുടെ ശരീരം മുഴുവനായിട്ടും വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, ബോസ്, ഇതൊരു സാധാരണ വാളല്ല. ഈ വാള് കൈക്കലാക്കാൻ ശ്രമിക്കുവാണെങ്കിൽ അതിന് വിപരീതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. ആ ശക്തി ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് പകരമായിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ വില്ലൻ പറയും, അതൊന്നും കുഴപ്പമില്ല, ആദ്യം ശവപ്പെട്ടി തുറക്ക്, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി നോക്കാമെന്ന് പറഞ്ഞാൽ ആ ഒരു ശവപ്പെട്ടി ഇവർ തുറക്കുന്നു. നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് പുകയെല്ലാം വരുന്നുണ്ട്. അതേപോലെ ഒരുപാട് പാമ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ആ മുട്ട അതിനകത്തേക്ക് കൈയിട്ട് ആ വാള് കയ്യിലേക്ക് എടുക്കുന്നതും പെട്ടെന്ന് അതിനകത്ത് നിന്നും തീ പോലുള്ളൊരു ശക്തി അത് അവന്റെ ഉള്ളിലേക്ക് കയറുന്നു. കുറേ നേരം അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അത് സഹിക്കാൻ പോലും കഴിയുന്നില്ല. കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവൻ അത് കൺട്രോൾ ചെയ്ത് ആ ഒരു ശക്തിയെ അവനിപ്പോ അവന്റെ ഉള്ളിലാക്കി. അതിനുശേഷം എന്താണ്, ഇത്രയും ശക്തിയുള്ളൊരു വാള് കിട്ടിയതിന് ശേഷം അവൻ അത്രയും അഹങ്കാരം കൂടിയിട്ട് ഓരോ നാടുകളിലേക്ക് പോയിട്ട് അവിടെയുള്ള എല്ലാവരെയും കൊന്ന് അധികാരം ഏറ്റെടുക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ നാടുകളിലേക്ക് ചെന്നിട്ട് അവന് വലിയൊരു പട തന്നെ അവൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ഒരു സൈന്യത്തെ കൊണ്ട് അവൻ ഓരോ നാടായിട്ട് ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിച്ച് പോകുമ്പോഴത്തേക്കാണ് ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ മാത്രം അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അർക്കേഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനമുണ്ട്. അവരുമായിട്ട് ഈ മുട്ടയുടെ വംശജരുണ്ടല്ലോ, അവർ യുദ്ധം ചെയ്യാനായിട്ട് ചെന്നപ്പോഴത്തേക്കും ആ കൂട്ടത്തിലുള്ള എല്ലാവരെയും അർക്കേഡിയൻസ് എന്ന് പറഞ്ഞാൽ അവർ കൊന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു വംശത്തിലെ അധികം ആളുകളൊന്നുമില്ല. അവസാനമായിട്ടുള്ളത് ആ അർക്കേഡിയൻ രാജവംശത്തിലെ രാജാവിന്റെ മകൻ മാത്രമാണ്, മാത്യൂസ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്കോർപിയൻ കിങ്. അങ്ങനെ ഈ ഒരു സാമ്രാജ്യത്തിലേക്ക് ഈ മുട്ട കാലെടുത്ത് വെക്കുന്നതും സ്കോർപിയൻ കിങ് ആയിട്ടുള്ള മാത്യു ഉണ്ടല്ലോ, അവൻ ഈ ഒരു സ്ഥലത്ത് എവിടെയോ ഉണ്ടെന്ന് മുട്ടയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനെ കണ്ടുപിടിക്കാനായിട്ട് വില്ലിയുടെ കയ്യിലുള്ള ആ ഒരു പരുന്നുണ്ടല്ലോ അതിനെ പറത്തി വിട്ടിട്ട് അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ വില്ലി പറയും, ഇല്ല, ഇത്രയും ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് പകരം വീട്ടാനായിട്ട് ഇനിയും സമയമുണ്ടെന്ന് പറയുമ്പോൾ, ഇല്ല, എനിക്ക് അവൻ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു പരുന്തിനെ പറത്തി വിടാൻ പറയുന്നതും പരുന്തിനെ വില്ലി പറത്തി വിടുന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള സ്കോർപിയൻ കിങ്ങിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവൻ ഇപ്പോൾ ഒരു രാജാവൊന്നുമല്ല. അവന്റെ ഇനത്തിലുള്ള എല്ലാവരും മരണപ്പെട്ടതുകൊണ്ട് തന്നെ അവൻ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് വേറെ ഏതോ ഒരു നാട്ടിലെ ഒരു സാധാരണ ജോലി, അതും ഈ ഒരു ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെ ഇത്തവണയും തന്റെ ആ ഒരു ആലയിൽ ഇരുന്നിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഗ്രാമത്തിലുള്ള ചെറിയ പയ്യൻ അവന്റെ മുന്നിലിരുന്നിട്ട്, അല്ല, എനിക്കെപ്പോഴാണ് വാളുണ്ടാക്കി തരുന്നത്, എനിക്ക് യുദ്ധത്തിന് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, യുദ്ധം നീ വിചാരിക്കുന്നത് പോലെ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് തന്നെ ആ ചെറിയ പയ്യന്റെ അച്ഛൻ അവിടേക്ക് വന്ന് അവനെ വിളിക്കുന്നതും അവൻ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് മാനിനെ വേട്ടയാടാൻ വേണ്ടി അടുത്തുള്ള കാടിനുള്ളിലേക്ക് പോകുന്നു. അങ്ങനെ ഹീറോ കാടിനുള്ളിൽ നിൽക്കുമ്പോൾ ഇവിടെ ഹീറോ അന്വേഷിച്ച് ഈ ഒരു ഗ്രാമത്തിലേക്ക് നമ്മുടെ മുട്ടയുടെ ആളുകളുണ്ടല്ലോ, അവർ കുറച്ച് കുതിരകളുടെ മുകളിലായിട്ട് ഇങ്ങനെ വരികയാണ്. അവർ കറക്റ്റായിട്ട് ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ വില്ലി അയച്ചു വിട്ട ആ ഒരു പരുന്നുണ്ടല്ലോ, അത് നമ്മുടെ ഹീറോ ഉള്ള ആ സ്ഥലം കണ്ടുപിടിച്ചു. അതിന്റെ പിറകെയാണ് ഇവർ ഫോളോ ചെയ്ത് വരുന്നത്. അങ്ങനെ ഈ ഗ്രാമത്തിലേക്ക് വന്ന ഉടനെ തന്നെ അവിടെ എല്ലാം അക്രമം അഴിച്ചു വിട്ടിട്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും പിടിച്ചു വെച്ച് ഇതുപോലെ ആ ഒരു സ്കോർപിയൻ കിങ് അവൻ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ അവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു കിങ് ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവർ പറയും, ഇല്ല, ഞങ്ങൾക്കറിയത്തില്ല, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും
അതോ ആ ഒരു ചെറിയ പയ്യന്റെ അച്ഛനാണ് ഈ കാര്യം പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ മുട്ടയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള കെൻസ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. അവളിപ്പോൾ മുന്നിലേക്ക് വന്നിട്ട് ഈ ഗ്രാമത്തെ മുഴുവൻ കത്തിച്ചിട്ട് എല്ലാവരും പിടിച്ചു വെക്കി, അപ്പോഴേക്കും അവൻ ഇവിടേക്ക് വരുമെന്ന് പറയുന്നതും ഇവിടെ കാടിനുള്ളിൽ വേട്ടയാടുന്ന നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി ഗ്രാമത്തിൽ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു വേട്ട പാതിയിൽ നിർത്തിയിട്ട് തിരിച്ച് ഗ്രാമത്തിനടുത്തേക്ക് വരുമ്പോൾ വീടുകളെല്ലാം നിന്ന് കത്തുന്നു. ആളുകളെല്ലാം പല വഴിക്കായിട്ട് ഓടുന്നു. അതേപോലെ തന്നെ എല്ലാവരെയും ഉപദ്രവിക്കുന്നത് കൂടി കാണുന്നതും ഹീറോ അടങ്ങിയിരിക്കോ. ഹീറോ ഓടി അകത്തേക്ക് വന്നിട്ട് നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരാൾ ഞാനാണെന്ന് പറഞ്ഞ് എല്ലാവരോടും ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ എത്ര പേര് വന്നിട്ടും നമ്മുടെ ഹീറോയോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് അവരെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു 3-4 അമ്പുകൾ ഹീറോയുടെ ദേഹത്തേക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ അമ്പ് കൊണ്ട ഹീറോ ആണെങ്കിലോ അതെല്ലാം വലിച്ചൂരി കളഞ്ഞിട്ട് വീണ്ടും ഇവരോട് ഫൈറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അധികം നേരം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവനിപ്പോൾ മതിയായിട്ടുള്ള ശക്തിയില്ല. അങ്ങനെ അതിലൊരുത്തൻ ഹീറോയുടെ മുഖത്തേക്ക് ഒരു ഒറ്റ ഇടിക്കുന്നതും ഹീറോ തെറിച്ച് താഴേക്ക് വന്ന് വീഴുമ്പോൾ ആ ചെറിയ പയ്യനുണ്ടല്ലോ അവൻ ഓടി വന്നിട്ട് ഹീറോയെ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞ് അടുത്തേക്ക് ഓടി വരുമ്പോഴത്തേക്കും കെൻസ അവനെ അങ്ങ് പിടിക്കും. എന്നിട്ട് അവന്റെ കഴുത്തിലേക്ക് കത്തി വയ്ക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, ഏയ് നീ എന്നെ കൊണ്ടുപോകാനല്ലേ വന്നത്, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, അവനെന്ന് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങൾ രണ്ടുപേരെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് ആ ചെറിയ പയ്യന്റെ കഴുത്തറുത്ത് അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. ഇത് കണ്ട ഹീറോയ്ക്ക് സഹിക്കാൻ കഴിയാതെ ആ പയ്യന്റെ അടുത്തേക്ക് ഇഴഞ്ഞിഴഞ്ഞു വരികയാണ്. അപ്പോഴേക്കും വേറൊരുത്തം വന്ന് ഒരൊറ്റയിടി ഹീറോയുടെ ബോധം പോയി. അത് കഴിഞ്ഞ് ഹീറോ ഇപ്പൊ കണ്ണു തുറക്കുമ്പോൾ ഒരു വണ്ടിക്കകത്ത് ഹീറോയെ പൂട്ടിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അത് വില്ലന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഒരിടത്ത് റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ് ഇപ്പോൾ രാത്രിയാവുന്നതും ഹീറോ രക്ഷപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി അവന്റെ അടുത്ത് ഒരാളെ നിർത്തിയിട്ട് ഇവർ മറ്റൊരിടത്തേക്ക് പോകും. അങ്ങനെ ആ ഒരു കാവൽക്കാരൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് കുറെ രാത്രിയാകുമ്പോൾ പെട്ടെന്ന് ആ ഒരു കാവൽക്കാരന്റെ ദേഹത്തേക്ക് ഒരു അമ്പ് വന്ന് കൊള്ളുന്നു. വേറെ ആരുമല്ല, അത് മറ്റൊരു പെണ്ണായിരുന്നു. അതേപോലെ തന്നെ കാവലിനുള്ള വേറെ രണ്ടുപേരെയും കൂടി കൊന്നിട്ട് ഹീറോയെ പൂട്ടിയിരിക്കുന്ന ആ ഒരു കുതിരവണ്ടി എടുത്ത് ആ പെണ്ണ് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ ഹീറോയെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു കാടിനുള്ളിലേക്കാക്കി അവിടെ വലിയൊരു വട്ടം വരച്ചിട്ട് അതിന്റെ നടുവിലായിട്ട് ഹീറോയെ കിടത്തും. എന്നിട്ട് അതിന് ചുറ്റും എന്തോ തീയെല്ലാം ഇട്ട് മന്ത്രവാദമെല്ലാം ചെയ്യുന്നു. കൂടാതെ അവന്റെ ദേഹത്തുള്ള ആ ഒരു മുറിവുകളുണ്ടല്ലോ അതിനെല്ലാം മരുന്ന് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു തീയെല്ലാം നല്ലതുപോലെ കത്തിയിട്ട് എന്താ സംഭവിക്കുന്നത് നമ്മൾ നോക്കുമ്പോഴാണ് ആ തീക്കുള്ളിൽ നിന്നും ഒരുപാട് തേളുകളുണ്ടല്ലോ, സ്കോർപ്പിയൻസ്, അതുള്ളിലേക്ക് വരുന്നു. ഉള്ളിലേക്ക് വന്ന് ഹീറോയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കടിക്കുന്നുണ്ട്. അപ്പൊ ഈ വേദന ഹീറോയെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. കുറെ നേരം അത് കഴിഞ്ഞിട്ട് ഹീറോ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതെല്ലാം കണ്ടവന്റെ ബോധം പിന്നെയും പോകുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഹീറോ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഇപ്പൊ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അടുത്തുള്ള ആ ഒരു പെണ്ണാണെങ്കിൽ അവന് കുടിക്കാനായിട്ട് എന്തോ ഒരു മരുന്നും കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് ഹീറോ ഇപ്പൊ അത് കുടിക്കുന്നതും ഈ പെണ്ണിന്റെ പേര് താല എന്നാണ്. അതേസമയം ഇവിടെ വില്ലൻ മൊട്ടേരെടുത്ത് കാണിക്കുമ്പോൾ അവനിപ്പോ സമയം പോക്കിന് വേണ്ടിയിട്ട് തന്റെ 2 പടയാളികളോട് യുദ്ധം ചെയ്യാനായിട്ട് പറഞ്ഞ് അത് നോക്കി രസിച്ചിരിക്കുകയാണ്. വില്ലിയും കൂടെ തന്നെയുണ്ട്. ആ സമയത്താണ് കെൻസ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണും അവളുടെ ആളുകൾ ഇവിടേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോ രക്ഷപ്പെട്ടു പോയെന്നുള്ള കാര്യം പറയുന്നതും ഇത് കേൾക്കുന്ന മുട്ടയ്ക്ക് നല്ല ദേഷ്യം വരും. എങ്ങനെ അവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയെന്നോ, ഇത് പറയാനാണോ ഇവിടേക്ക് വന്നതെന്നെല്ലാം ചോദിച്ച് അവരെ വഴക്ക് പറഞ്ഞിട്ട് ഹീറോയെ എത്രയും വിടുന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറയും. അങ്ങനെ അത് കേട്ട് കെൻസ വീണ്ടും ഹീറോ അന്വേഷിച്ച് പോകുന്നു. ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പൊ എഴുന്നേറ്റിട്ട് ആ ഒരു പെണ്ണ് പിടിച്ചു കൊടുക്കുന്ന മീനുണ്ടല്ലോ അതെല്ലാം വേവിച്ച് കഴിക്കുകയാണ്. അതല്ല ഇവരുള്ളതും ഒരു ചുടുകാട് പോലെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത്, അല്ല ഇത്ര എനിക്ക് വേണ്ടി ചെയ്യാനായിട്ട് നീ ആരാന്ന് ചോദിക്കുമ്പോൾ അവളുടെ പേര് ഇതുപോലെ താലയാണെന്നും നൂബിയ എന്ന് പറഞ്ഞിട്ട് ഒരിനത്തിലുള്ള അവസാനത്തെ വീരനാണ് താനെന്നും അവനോട് പറയും. അതുപോലെ ഇവിടെ മരിച്ചു കിടന്ന വേറൊരു രാജാവിന്റെ വസ്ത്രം എടുത്ത് അവൻ അണിയാനായിട്ട് കൊടുക്കും. അപ്പോൾ ഹീറോ ചോദിക്കും ഇതെന്തിനാ എനിക്കെന്ന് ചോദിക്കുമ്പോൾ ആ പഴയ രാജാവ് അവൻ തിരിച്ചു വരണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഹീറോ പറയും, പക്ഷേ ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, എന്നെ കൊണ്ട് അതൊന്നും കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല, ഒരു ദൈവത്തിന് തുല്യനായിട്ടുള്ള സ്കോർപ്പിയൻ കിങ് എങ്ങനെ ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യനായി? അപ്പോൾ ഹീറോ പറയും ദൈവമായിട്ടിരുന്നത് ഞാൻ മടുത്തു, അതുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നതും അവൻ സിമ്പിളായിട്ട് മറുപടി പറഞ്ഞു. ഇപ്പോൾ ഇവള് ഹീറോ അന്വേഷിച്ച് വരാൻ കാരണം വർഷങ്ങളായിട്ട് ഇവള് ഹീറോ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആ ഒരു മൊട്ടയും ടീമും അവളുടെ ഗ്രാമത്തിലേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴത്തേക്കാണ് അവൾ ഹീറോയെ നല്ലതുപോലെ അന്വേഷിക്കാൻ തുടങ്ങിയതും ഇപ്പോൾ അവസാനമായിട്ട് കണ്ടുപിടിച്ചതും. അതുകൊണ്ട് നിന്റെ സഹായം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും സോറി, എന്നെ കൊണ്ട് സഹായിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അവൾ പെട്ടെന്ന് അവളുടെ കത്തിയെടുത്ത് ദൂരേക്ക് എറിയുന്നത്. അവിടെ വെച്ചാണ് മനസ്സിലാവുന്നത് അവളുടെ സാധാരണ ഒരു വീരനല്ല. അവളുടെ അച്ഛനാണെങ്കിലോ നോബിയ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൂട്ടത്തിലെ രാജാവായിരുന്നു. ആ രാജാവിന്റെ ഒരേ ഒരു മകളാണ് താനെന്ന് പറയുന്നതും ഈ രാജാവിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഹീറോ അവളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയും ഇവളുടെ അച്ഛനും അത്രയും നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ താല പറയും എനിക്ക് നിങ്ങളുടെ സഹായം ഇപ്പോഴെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും ഞാൻ സഹായിക്കാം, പക്ഷെ എൻ്റെ കയ്യിലെ ഒരാർമിയോ എന്നെ സഹായിക്കാനായിട്ട് വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവൾ പറയും അതിനൊന്നും കുഴപ്പമില്ല, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ആ മൊട്ട വില്ലൻ ശക്തിയുള്ളൊരു വാള് കണ്ടുപിടിച്ച് അത് ഉപയോഗിച്ചിട്ട് എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ശക്തിയുള്ള അനുബിസിൻ്റെ ആ ഒരു വാള് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ബുക്ക് ഓഫ് സോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കിൽ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്.
ആ ബുക്ക് എവിടെ ഉണ്ടെന്നുള്ള കാര്യം വരെ എനിക്കറിയാം. എന്റെ ശത്രുവും നിന്റെ ശത്രുവും ഒരേ ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് നിന്നെ കൊണ്ട് മാത്രമേ അത് നശിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സാധാരണ ആളുകളെ രക്ഷിക്കാനായിട്ടുള്ള ആ ഒരു സ്കോർപിയൻ കിങ് നീയാണ്. നീ വീണ്ടും തിരിച്ചു വരണമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോ അതിന് സമ്മതിച്ചിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും ആ ഒരു ബുക്ക് അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും കുതിരപ്പുറത്ത് പോകുമ്പോഴത്തേക്കും അതേ കാര്യം നമ്മുടെ വില്ലിയുടെ ആ ഒരു പരുന്നുണ്ടല്ലോ അതിരുന്ന് കാണുന്നുണ്ട്, കള്ളപ്പരുന്ത്. എന്നിട്ട് ആ പരുന്ത് പറന്നു നിന്ന് വില്ലിയോട് ഈ കാര്യം പറയുകയും ചെയ്യുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു പരുന്തിന്റെ കണ്ണ് കാണുമ്പോൾ തന്നെ വില്ലിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നോബിയ എന്ന് പറഞ്ഞിട്ട് ഒരിനത്തിലെ രാജകുമാരിയായിട്ടാണ് അവനിപ്പോൾ യാത്ര ചെയ്യുന്നത്. അതുമല്ല, അവർ ബുക്ക് ഓഫ് സോൾസ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അതെവിടെയാണുള്ളതെന്ന് വെച്ചാൽ ഒരു മരുഭൂമിയിലെ ഒരു ഭാഗത്താണ്. ഈ കാര്യം വരെ ആ വില്ലിക്ക് മനസ്സിലായി. ആ ബുക്ക് അവൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അനുബിസ് ദൈവം ചെയ്ത ഈ ഒരു വാള് തന്നെ ഇല്ലാതാക്കാനുള്ള ശക്തി അവന് കിട്ടും. അതുകൊണ്ട് അവരെ തടഞ്ഞില്ലാതാക്കിയേ മതിയാവൂ എന്നുള്ള കാര്യം വില്ലനോട് പറയുന്നതും വില്ലൻ അവന്റെ ആളുകളോട് പറയും അവൻ ആ ഒരു ബുക്ക് കണ്ടുപിടിക്കുന്നതിന് മുന്നേ അവന്റെ കൈ വെട്ടി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഇവന്റെ ആളുകളെ അവിടേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ ഹീറോയും പിന്നെ ഹീറോയിനും ഇവരിപ്പോ ആ ഒരു മരുഭൂമിയിലൂടെ ബുക്ക് അന്വേഷിച്ച് പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു സ്ഥലത്തേക്ക് അവരെത്തുമ്പോൾ അവിടെ ഒരുപാട് പേരുടെ ശരീരങ്ങൾ കിടക്കുന്നു. ഇവിടെ വെച്ചിട്ട് ഒരുപാട് പേരെ കൊടൂരായിട്ട് ആരും കൊന്നിട്ടുണ്ട്. ഈ സ്ഥലം കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി അത് ആരുടേതാണെന്ന്. അതുമല്ല, കുതിരകളാണെങ്കിലോ ഈ സ്ഥലത്ത് നല്ലതുപോലെ നിൽക്കുകയും ചെയ്യുന്നില്ല. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് ആളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നോക്കിയിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നതല്ല, ഈ സ്ഥലത്തോടെ ഞങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് പോകണം, അതിനുവേണ്ടി മാത്രമാണ്, ഞങ്ങൾ നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയും നോക്കുന്നുണ്ട് ഇവൻ ആരോടായി സംസാരിക്കുന്നതെന്ന്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് ആകാശത്ത് നിന്നും മഴ പോലെ അമ്പുകൾ വരുന്നു. അത് നല്ല വേഗതയിൽ വന്നിട്ട് ഇവരുടെ ദേഹത്ത് കൊള്ളുന്നില്ല, അവരുടെ ചുറ്റിനുമായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊല്ലാം, പക്ഷെ അവരത് ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ മരുഭൂമിയിലെ മണ്ണിനടിയിൽ നിന്നും ഒരുപാട് പേര് മുഖത്ത് ഭസ്മം എല്ലാം വാരി തേച്ച് ഒരു പ്രത്യേക കോലത്തിൽ എല്ലാവരും എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവരാണ് ഈ സ്ഥലം ഭരിക്കുന്നത്. അതെല്ലാം കണ്ടിട്ട് തന്നെ അഘോരികളെ പോലെ തോന്നുന്നു. അപ്പോൾ എല്ലാവരും വന്ന് ഇവരെ രണ്ടുപേരെയും പിടിച്ച് അവരെല്ലാവരെയും അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയിട്ട് കെട്ടിയിടും. എന്നിട്ട് പറയും അനുമതിയില്ലാതെയാണ് നിങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നത്, ഇതിനൊരേ ഒരു പ്രതിവിധി നിങ്ങൾ രണ്ടുപേരെയും ബലി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ തലവൻ ഇവരോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് അവൻ എന്തോ ഹീറോയിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഹീറോയുടെ അവൻ പറയും നിനക്ക് 2 കാട്ടുപന്നികളും അതേപോലെ തന്നെ ഒരുപാട് മദ്യവും തരാം. ഇവിടെ എനിക്ക് തരാൻ പറയുമ്പോൾ ഹീറോ പറയും ഇല്ല, എനിക്ക് 10 കാട്ടുപന്നികളും അതേപോലെ തന്നെ ഒരുപാട് മദ്യവും വേണമെന്ന് പറയുമ്പോൾ അപ്പോൾ അത് മാത്രം അവനെ കൊണ്ട് തയ്യാറാക്കാണ്ട് കഴിയത്തില്ല. അപ്പോഴാണ് ആ ഒരു തലവന്റെ അടുത്തേക്ക് വേറെ ഏതൊരു അപ്പൂപ്പൻ ഒരു സന്യാസിയെ പോലെ ഇരിക്കുന്നു. അയാൾ വന്നിട്ട് അവന്റെ ചെവിയിൽ എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് തലവൻ തിരിച്ച് ഇവരുടെ കോടിനടുത്തേക്ക് വന്നിട്ട് ഹീറോയെ നോക്കി പറയും നീയാണ് ആ ഒരു സ്കോർപിയൻ കിങ് എന്ന് അയാൾ പറഞ്ഞു, പക്ഷെ നിന്നെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ലല്ലോ, അതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ ഒരു ലെജൻഡറി കിങ് നീയാണോ? ഓക്കെ, നിന്നെ ഇപ്പോൾ ഞാൻ കൊല്ലാൻ പോവാണ്. എങ്ങനെ കൊല്ലണം? മുകളിൽ നിന്ന് താഴേക്കോ താഴെ നിന്ന് മുകളിലേക്കോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് ആ തലവനോട് മോനെ നിന്റെ പേരെന്താ ചോദിക്കുന്നത്. അവൻ പറയും എൻ്റെ പേര് കാളി, ഈ ഇടത്തിന്റെ അധിപൻ ഞാനാണ് എന്നെല്ലാം അവനെ പറ്റി തന്നെ ബിൽഡപ്പ് എല്ലാം കൊടുക്കുമ്പോഴത്തേക്കും ഹീറോ പറയും ഓക്കെ, ഇത്രയും ബിൽഡപ്പ് എല്ലാം പറഞ്ഞല്ലോ, എന്നെ കെട്ടിയിട്ടിട്ടാണോ കൊല്ലാൻ പോകുന്നത്? വേണമെന്നുണ്ടെങ്കിൽ ഈ കൂട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ട് എന്നെ വേട്ടയാടി നോക്ക്, അതിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എന്നെയും ഈ പെണ്ണിനെ ഇവിടെ നിന്ന് വെറുതെ വിടണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള എന്തുണ്ടെങ്കിലും ചെയ്യാന്ന് പറയുന്നത്. ആ തലവൻ പറയും ശരി, എൻ്റെ കൂട്ടത്തിലുള്ള 4 പേരെ നിന്നെ വേട്ടയാടാനായിട്ട് ഞാൻ വിടും, ധൈര്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറയുമ്പോൾ ഹീറോ പറയും 4 പേരോ 5 പേരെ അയക്കാൻ പറയുമ്പോൾ 5ാമനായിട്ട് ആ തലവൻ തന്നെ കൂട്ടത്തിലേക്ക് ഇറങ്ങും. അങ്ങനെ ഹീറോയുടെ കയ്യിലെ കെട്ടെല്ലാം അഴിച്ചിട്ട് അവനിപ്പോ അവിടേക്ക് തുറന്നു വിടുന്നതും ഹീറോ അവിടെ നിന്ന് ഓടാണ്. അപ്പോൾ പുറകെ പോയിട്ട് അമ്പ് ചെയ്ത് കൊല്ലാന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷെ ഹീറോ അവിടെ നിന്നും വലതുവശത്തേക്ക് ഓടിയിട്ട് അടുത്തൊരു കാടുണ്ട്, അതിനുള്ളിലേക്ക് ഓടിക്കയറും. ഇതവരൊരിക്കലും പ്രതീക്ഷിക്കത്തില്ല. അങ്ങനെ ഇവർ 5 പേരും പല വഴികേട്ട് ഇങ്ങനെ പോവാണ് ഹീറോ അന്വേഷിച്ച്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ വഴിക്ക് പോകുമ്പോൾ ഇതിലൊരുത്തൻ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടേക്ക് വന്ന് നിൽക്കുന്നതും ഹീറോ എന്തായാലും അതിനടിയിൽ തന്നെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. പക്ഷെ ആ മണ്ടന് മനസ്സിലാവോ? ഇല്ല. കറക്റ്റ് സമയത്ത് ഹീറോ എഴുന്നേറ്റ് വന്ന് അവനെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 4 പേരിൽ 3 പേരെ ഹീറോ പലയിടങ്ങളിലായിട്ട് ഒളിച്ചു നിന്ന് പല രീതിയിലും കൊല്ലുന്നുണ്ട്. ഇപ്പൊ അവസാനമായിട്ടുള്ളതോ ആ കൂട്ടത്തിന്റെ തലവനായിട്ടുള്ള കാളി എന്ന് പറഞ്ഞ അവൻ മാത്രം. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ഹീറോ ആരെ കൊന്നില്ലായിരുന്നു. അവസാനം കാളിയുടെ അടുത്തേക്ക് വന്ന് അവന്റെ കഴുത്തിൽ കത്തി വെച്ച് അവനെ പിടിച്ചതിന് ശേഷം ഈ ബാക്കി എല്ലാവരെയും അവൻ കൊല്ലാതെ എല്ലാവർക്കും നല്ല രീതിയിൽ ഷോട്ട് കൊടുത്ത് മയക്കി കിടത്തുകയായിരുന്നു ചെയ്തത്. അത് കണ്ട കാളിക്കാണെങ്കിലോ ഹീറോയുടെ ഒരു മര്യാദയായി. കാരണം ഇവരെല്ലാവരും ഹീറോയെ കൊല്ലാനായിട്ടുള്ള ആ ഒരു ദേഷ്യത്തിലാണ് കാടിനുള്ളിലേക്ക് പോയത്. പക്ഷെ ഹീറോ ആണെങ്കിലോ എല്ലാവർക്കും മര്യാദ കൊടുത്ത് അവരെ എല്ലാവരെയും മയക്കി മാത്രമാണ് കിടത്തിയത്. അതുകൊണ്ട് തന്നെ ഇവരെ 2 പേരെയും അവിടെ നിന്ന് അവൻ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഹീറോയിനും അവിടെ നിന്ന് കുതിരയെടുത്തിട്ട് നേരെ ആ മരുഭൂമിയിലുള്ള ആ ഒരു വലിയ കുഴിയുണ്ട്, അവിടേക്ക് ചെല്ലും. അതും 1 ദിവസം കൊണ്ട് തന്നെ. അങ്ങനെ ആ ഒരു വശത്തേക്ക് ഇവർ പോകുമ്പോഴത്തേക്കാണ്
കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കവാടമുണ്ട്. പക്ഷെ അതിന് പിറകിലായിട്ട് വേറെ ഒന്നുമില്ല. ഇങ്ങനൊരു മരുഭൂമിയിൽ ഇത് മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ കാരണം. അങ്ങനെ രണ്ടുപേരും അതിന് മുന്നിൽ ചെന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വായിച്ചു നോക്കും. അതും ഒരു സുമേറിയൻ ഭാഷയിലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് കണ്ട അവളാണെങ്കിലോ അവളുടെ പോക്കറ്റിൽ നിന്നും ഒരു മാപ്പ് പോലെ എന്തോ ഒന്ന് എടുക്കുന്നു. അപ്പൊ ഈ ഒരു കവാടത്തിനെ പറയുന്നത് മൂൺസ്ട്രോൺ എന്നാണ്. അപ്പൊ ഈ ഒരു കഥ കഴിയുന്നതും 400 സ്റ്റെപ്പ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നടക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ആ ഒരു കവാടം കഴിഞ്ഞ് 400 സ്റ്റെപ്പ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങും. അങ്ങനെ 400 സ്റ്റെപ്പ് നടക്കുമ്പോഴത്തേക്കാണ് അവിടെ വട്ടത്തിലുള്ള എന്തോ ഒരു കാര്യം തറയിൽ കാണുന്നത്. അങ്ങനെ അതിന്റെ സെന്ററിലേക്ക് ഹീറോയിൻ കയറി നിന്ന് അവളുടെ കയ്യിൽ ഒരു കുന്തമുണ്ട്. അതിന്റെ മുനഭാഗമാണെങ്കിലോ അതിന്റെ സെന്ററിൽ മാച്ച് ആവുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോഴീ ഹീറോയിൻ അവളുടെ പോക്കറ്റിൽ നിന്ന് മറ്റൊരു ഡിവൈസ് പോലെ ഒരു കാര്യം എടുക്കും. അതെടുത്ത് ഈ കുന്തത്തിന്റെ മറ്റൊരു ഭാഗത്ത് കണക്ട് ചെയ്ത് ഇപ്പോൾ മുകളിലുള്ള ആ ഒരു കാര്യം അവൾ തിരിക്കുന്നതും ഇതിന് മുകളിൽ നിന്നും ഒരു 4 ലെൻസുകൾ പോലെ എന്തോ ഒരു കാര്യം വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു സുമേറിയൻ വാക്കിൽ കല്ലുകളിൽ എഴുതിയിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിലെഴുതിയിരിക്കുന്നത് പോലെ ഈ ഒരു ലെൻസുകൾ അങ്ങനെ മാച്ച് ചെയ്ത് വെക്കുന്നതും ഇപ്പൊ ആ ഒരു കുന്തത്തിന്റെ അറ്റത്ത് നിന്ന് ഒരു ബോള് പുറത്തേക്ക് വരുന്നു. കറക്റ്റായിട്ട് ചന്ദ്രൻ നല്ലതുപോലെ പ്രകാശിക്കുന്നതും ആ ഒരു ബോൾ നല്ലതുപോലെ തിളങ്ങിയിട്ട് ആ ഒരു ബോളിൽ നിന്നുള്ള പ്രകാശം അടുത്തുള്ള ലെൻസുകളിലേക്ക് പതിക്കുന്നു. അതിൽ നിന്നും കറക്റ്റ് ഈ ഒരു കവാടം ഉണ്ടല്ലോ അതിലുള്ള ആ ഒരു കല്ലുകളിലേക്കും ഈ പ്രകാശം വന്ന് പതിക്കുന്നതും ഇപ്പോൾ ആ കവാടത്തിന്റെ സെന്റർ ഭാഗത്തായിട്ട് നീല നിറത്തിലുള്ള ഒരു പോർട്ടൽ പോലൊരു ഭാഗം ഓപ്പൺ ആവുകയാണ്. അങ്ങനെ ഇത് കണ്ട രണ്ടുപേരും ആ ഒരു കവാടത്തിന്റെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അതിനുള്ളിലേക്ക് കൈയിട്ടിട്ട് ഞാൻ എന്തായാലും അകത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് നടന്നു പോകുന്നു. അല്ല ഇവളെന്താ പെട്ടെന്ന് നടന്നുപോയെന്ന് വിചാരിച്ച് ഹീറോയും അവളോടൊപ്പം തന്നെ പുറകിൽ നടന്നു വന്ന് അതിനുള്ളിലേക്ക് കയറുന്നതും ഇപ്പോൾ വേറെ ഏതൊരു ഗുഹയ്ക്കുള്ളിലാണ് ഇവർ രണ്ടുപേരും എത്തുന്നത്. അങ്ങനെ അതിനുള്ളിലൂടെ അവർ നടന്ന് മറ്റൊരു റൂമിനടുത്തേക്ക് എത്തും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പലതരത്തിലുള്ള. അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത് ആ ഒരു മാജിക് ബുക്ക് അതെങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇവർ രണ്ടുപേരും ആ ഒരു ബുക്ക് ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവരെടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും ആ റൂമിനകത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് കല്ല് പോലുള്ള ഒരു മനുഷ്യൻ ഒരു ഗദയും കൊണ്ടുവന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ടേബിളെല്ലാം അടിച്ച് നശിപ്പിച്ച് ഇപ്പോൾ ഹീറോയെ എടുത്ത് പന്ത് തട്ടുന്നത് പോലെ തട്ടുകയാണ്. ഹീറോയെ കൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. ഇത് കണ്ട ഹീറോയിനാണെങ്കിലോ ആ കുന്തം കൊണ്ടുവന്നിട്ട് ഈ കൽമനുഷ്യനെ കുത്തുന്നതും എന്നിട്ടും അവനൊന്നും സംഭവിക്കുന്നില്ല. ഹീറോയിനെ അടിച്ച് ദൂരേക്ക് കളയുന്നുണ്ട്. പെട്ടെന്നാണ് ഹേ എങ്കിടു അടങ്ങിയിരിക്കാനായിട്ട് പറയുന്നതും ഈ ശബ്ദം കേൾക്കുന്നത് കൽമനുഷ്യൻ ഒന്നും ചെയ്യാതെ അനങ്ങാതെ തന്നെ നിൽക്കുന്നു. ഇവർ രണ്ടുപേരും എന്താണെന്ന് അവിടേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അതിസുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് എഴുന്നേറ്റ് വരുന്നു. അവളെ കാണുന്നതും ഹീറോ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം അത്രയും സൗന്ദര്യമുള്ള സ്ത്രീയാണ്. അങ്ങനെ അവള് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഇതുപോലെ ഞങ്ങൾ ബുക്ക് ഓഫ് സോൾ അത് അന്വേഷിച്ചാണ് വന്നത്, അത് ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ അവൾ ചോദിക്കും അല്ല ആ ബുക്ക് എന്തിനാ നിങ്ങൾക്ക്. അപ്പോഴാണ് ഹീറോ ഇതുപോലെ കാര്യം പറയുന്നത് അനുബിസ് ദൈവം ഉണ്ടാക്കിയ ആ ഒരു വാള് ഇപ്പോൾ ഒരു കൊടൂരനായിട്ടുള്ള വില്ലൻ കൈക്കലാക്കിയിട്ടുണ്ട്. അവനിൽ നിന്നും ഈ ലോകത്തെ രക്ഷിക്കണം, അതേപോലെ തന്നെ അവനെ നശിപ്പിക്കണം. ഇപ്പൊ അവനെ ഇല്ലാതാക്കാനുള്ള ആ ഒരു രഹസ്യം ആ ബുക്കിലാണുള്ളത് എന്ന് ഹീറോയും പറയുമ്പോൾ ഇപ്പൊ ആ പെണ്ണ് പറയും ഇല്ല അങ്ങനെ ഒരു രഹസ്യ ബുക്ക് ഇവിടെ ഇല്ലാന്ന് പറയുമ്പോൾ ഹീറോയിന്റെ ഫാമിലിയാണ് കാലാകാലങ്ങളായിട്ട് ആ ഒരു ബുക്ക് സൂക്ഷിച്ചു വന്നത്, എന്തായാലും ആ ബുക്ക് ഇവിടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള ഒരു പേപ്പറുണ്ട് അത് വിരിച്ച് ഈ ബുക്കിനെ പറ്റി അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ആ ബുക്ക് ഒരു സാധാരണ ബുക്ക് പോലെയല്ല, അതൊരു വിശേഷപ്പെട്ട കാര്യത്തിന് മുകളിലാണ് എഴുതിയിട്ടുള്ളത്. അത് സാധാരണ കണ്ണുകൊണ്ട് അത് കാണാനും കഴിയത്തില്ല, ബ്ലൂ മൂണിന്റെ വെളിച്ചം കൊണ്ട് മാത്രമേ അത് കാണാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം ഹീറോയിൻ ഇപ്പോൾ വായിക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ റൂമിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു വട്ടമുണ്ട്, അതിലേക്ക് വെളിയിൽ നിന്ന് വരുന്ന ആ ഒരു ചന്ദ്രന്റെ പ്രകാശം നല്ലതുപോലെ അടിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയുള്ള ആ ഒരു സൗന്ദര്യമുള്ള പെണ്ണാണെങ്കിലോ ഈ വെളിച്ചത്തിനടുത്തേക്ക് ഒരിക്കലും പോകുന്നില്ല, അതിന് ചുറ്റും മാത്രമായിട്ടാണ് നടക്കുന്നത്. ഇതുകൂടി കാണുന്നത് ഹീറോയ്ക്ക് മനസ്സിലായി ആ ബുക്ക് ഞാനിപ്പോൾ കണ്ടുപിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും കല്ല് മനുഷ്യൻ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണ് പറയും ഇല്ല വേണ്ടാന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കാണിക്കുന്നത് ഈ വെളിച്ചം തട്ടിയിട്ട് അവളുടെ കയ്യിലുള്ള മന്ത്ര എഴുത്തുകൾ അത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർ അന്വേഷിച്ചു വന്ന ആ ഒരു ബുക്കേ ഈ പെണ്ണാണെന്ന്. അങ്ങനെ ആ ഒരു ചന്ദ്രന്റെ പ്രകാശത്തിൽ ഇവൾ പൂർണ്ണമായിട്ട് ചെന്ന് നിൽക്കുന്നത് അവളുടെ ശരീരത്തിലുള്ള എല്ലാ എഴുത്തുകളും ഇപ്പോൾ നല്ലതുപോലെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അത് വായിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഹീറോ പറയുന്നത് അപ്പോൾ ആ ഒരു വാളില്ലാണ്ടാക്കാനുള്ള എല്ലാ കാര്യവും ഈ ബുക്കിലാണല്ലേ, ഇന്ന് രാത്രി കൊണ്ട് തന്നെ എല്ലാം പഠിച്ച് മനസ്സിലാക്കിയാൽ മതിയാവും എന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് ഇവളൊരു കാര്യം പറയുന്നത് ഇവളുടെ ദേഹത്ത് അതുപോലെ ആ ഒരു വാൾ ഇല്ലാണ്ടാക്കാനുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഇതിനു മുന്നേ ആ വാൾ ഉപയോഗിച്ച രാജാവുണ്ടല്ലോ, ആ രാജാവ് ഈ വാൾ എവിടെയാണോ ഒളിപ്പിച്ചു വെച്ചത് അവിടെ തന്നെയായിരിക്കും അത് നശിപ്പിക്കാനുള്ള ആ ഒരു രഹസ്യമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് തന്നെ തേടിപ്പോയാലേ അത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ എന്ന് ഈ പെണ്ണ് പറയുമ്പോൾ ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള അവസ്ഥയിൽ അവർ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്.
അതേസമയം ഇവിടെ മുട്ടയുടെ ടീമുണ്ടല്ലോ, കെൻസയും അവളുടെ ഗ്രൂപ്പും, അവര് ഹീറോയെ അന്വേഷിച്ച് ഫോളോ ചെയ്ത് വന്നതില് ആ അഘോരി കൂട്ടമുള്ള ആ സ്ഥലമുണ്ടല്ലോ അവിടെ എത്തും. അവിടെ എത്തുമ്പോഴത്തേക്കും ഇവരെല്ലാവരും അവരെ വളയുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത് ഇതുപോലെ അവർ സ്കോർപിയൻ കിങ് ഈ വഴി പോയെന്നൊന്ന് ചോദിക്കുമ്പോൾ അതേ പോയെന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാ പോയത്, ഞങ്ങളോട് അവർ മര്യാദയോടെ പെരുമാറി, അതുകൊണ്ട് മാത്രമാണ് അവർ ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ഇവർ പറയും ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ഈ വഴി വിടാൻ പറയുമ്പോൾ അതുകൊണ്ട് നിങ്ങളും അതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇതുവഴി പോകാമെന്ന് പറയുമ്പോൾ അവരതിന് സമ്മതിക്കത്തില്ല. അപ്പോഴേക്കും ഈ അഘോരി ടീം ഇവരെല്ലാവരും എഴുന്നേറ്റ് അവരോട് ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും കെൻസ പറയും ഇല്ല, ഇപ്പോൾ എന്തായാലും അവരോടൊപ്പം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നില്ല, ഇവരെ പിന്നീട് നോക്കാമെന്ന് പറഞ്ഞ് ഇവർ വന്ന വഴി തന്നെ തിരിച്ചു പോവാണ്. അങ്ങനെ ഈ ഗുഹയ്ക്കകത്ത് കാണിക്കുമ്പോഴത്തേക്കും ആ സൗന്ദര്യമുള്ള പെണ്ണിൻ്റെ പേര് അരീന എന്നാണ്. അപ്പോൾ ഇവർ പറയും ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്തേക്ക് പോയിട്ട് അത് കണ്ടുപിടിക്കാമെന്ന് പറയുമ്പോൾ ആ കല്ല് മനുഷ്യൻ പറയും ഇല്ല, ഈ ഗുഹയ്ക്കകത്ത് വെച്ച് അരീനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല എന്ന് പറയുമ്പോഴത്തേക്കാണ് അരീന എന്ന് പറഞ്ഞ ഈ ഒരു പെണ്ണിനെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവളുടെ അച്ഛൻ ഈ ഗുഹയ്ക്കകത്ത് വിട്ടിട്ട് പോയതാണ്. അതുപോലെ അവളെ സംരക്ഷിക്കാൻ വേണ്ടി ഇതുപോലെ മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഇതുപോലൊരു മനുഷ്യനെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇവൻ ഉണ്ടാക്കാൻ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, അത് അരീനയെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് അരീനയെ ഈ ഗുഹയ്ക്കുള്ളിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ അരീനയോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് ഈ ഗുഹ വിട്ട് വരാനായിട്ട് താല്പര്യമുണ്ട്, പക്ഷേ ഇവനെ കഴിഞ്ഞ് ഒരിക്കലും എനിക്ക് പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അപ്പോഴേ ഹീറോയിനാണെങ്കിലോ ഈ പേപ്പർ നല്ലതുപോലെ വായിക്കാമെന്ന് പറഞ്ഞ് അവളൊരു വിളക്ക് കത്തിച്ചുകൊണ്ട് വരുന്നതും ഈ തീ കാണുമ്പോഴത്തേക്കും കല്ല് മനുഷ്യൻ പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്ന് ഓടിയിട്ട് ഒരു തൂണിന് പുറകിലായിട്ട് ഒളിച്ചു നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് കരയാണ്. അപ്പോൾ അരീന ഏയ് ആ തീ അണയ്ക്കാൻ പറഞ്ഞ് ഓടി കല്ല് മനുഷ്യൻ്റെ അടുത്തേക്ക് ചെല്ലും. അതുപോലെ ഇവനെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇവന് തീ കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്. തീ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് തന്നെ കല്ലായിട്ട് മാറി പൊടിഞ്ഞു വീഴും. ഈ കാര്യം അരീന ഇവരോട് പറയും. ഇവിടെ കെൻസയും അവളുടെ ടീമും വേറെ ഏതോ ഒരു മലയുടെ പുറകിലേക്ക് ചെന്നിട്ട് ദേ ഇതിനുള്ളിലാണ് അവരുള്ളത്, ഇത് വഴിയല്ലാതെ അവർക്ക് വെളിയിലേക്ക് പോയിട്ട് മറ്റൊരു വഴി ഉണ്ടാകത്തില്ല, അങ്ങനെയുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അവളുടെ ആളുകളെ പല വഴിക്കായിട്ട് പറഞ്ഞു വിടുന്നു. ഇവിടെ ഗോവയ്ക്കകത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു കല്ല് മനുഷ്യനെ വിളിച്ചിട്ട് ദേ നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഒരു ഇരുട്ടിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. അവന് എന്താണെന്ന് അറിയാൻ വേണ്ടി അകത്തേക്ക് ചെല്ലുന്നതും അവനെ ആ ഗുഹയ്ക്കുള്ളിലെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൻ വെളിയിൽ വരാത്ത രീതിയിൽ അവിടെ തീ വയ്ക്കും. അതുകൊണ്ട് തന്നെ കല്ല് മനുഷ്യന് തീ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരാൻ കഴിയത്തില്ല. ഈ സമയം കൊണ്ട് അരീനയെ ഇവർ വെളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ കല്ല് മനുഷ്യനാണെങ്കിലോ കുട്ടികളെ പോലെ അരീന എന്നെ വിട്ട് പോകരുതെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഇത് കാര്യമാക്കാതെ അരീന ഇപ്പോൾ വെളിയിലേക്ക് വരുന്നതും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഗുഹ വിട്ട് അവൾ വെളിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ കാഴ്ചകളും അവൾക്ക് പുതിയതാണ്. അത് കഴിഞ്ഞ് ഇവരെ രണ്ടുപേരും കുതിരപ്പുറത്ത് അരീനയും കൂട്ടി ഒരു കടൽ കരയിലേക്ക് അവളെ കൊണ്ടുവരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ആ കടൽ കരയിലേക്ക് വന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് കുതിരയെ മാറ്റി കെട്ടിയിട്ട് ആ കടൽക്കരയിൽ നിൽക്കുമ്പോൾ അരീന ഈ കടലിലെ കാറ്റും ആ കടലിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഹീറോ അടുത്തേക്ക് വരുന്നതും പെട്ടെന്ന് അവള് ഹീറോയെ തൊട്ട് ഇവർ രണ്ടുപേരും പതിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങാണ്. അങ്ങനെ ആ ഒരു ഫീലിൽ നിൽക്കുമ്പോഴത്തേക്കാണ് കെൻസ അവളുടെ ആളുകളെയും കൂട്ടി ഇവരെ അങ്ങ് വളയുന്നത്. അപ്പോഴേക്കാണ് മുട്ടയുടെ ടീമിലുള്ള വേറൊരുത്തം വന്നിട്ട് പറയുന്നത് ഹേയ് സ്കോർപിയൻ കിങ്, നിന്റെ കയ്യിലുള്ള ആ ബുക്ക് ഞങ്ങളുടെ കയ്യിൽ തന്നേക്ക്, അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബോസ് നിന്നെ കൊല്ലും, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൈ കൊണ്ടായിരിക്കും നിനക്ക് മരണമെന്ന് പറയുന്നത്. ഹീറോ ഇപ്പോൾ അത് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് ഇവരോട് വന്ന് ഫൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഹീറോയിൻ നല്ലതുപോലെ തന്നെ അവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കുറേ നേരം ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നാണ് ആ കല്ല് മനുഷ്യൻ ഗുഹ വിട്ട് എങ്ങനെ വെളിയിലേക്ക് വന്നു എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് ഫൈറ്റ് ചെയ്യുന്നു. അതും ഓരോരുത്തരെയും ഈ ബാളടിച്ച് തെറിപ്പിക്കുന്നത് പോലെയാണ് അടിച്ച് തെറിപ്പിക്കുന്നത്. അങ്ങനെ അടിച്ചടിച്ച് അവിടെയുള്ള കുതിരയുണ്ടല്ലോ, ആ കുതിരേനെ ചെന്നൊരു ഒറ്റയിടി. അപ്പോഴേക്കാണ് അരീന അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് എടാ മരമണ്ട, ഈ കുതിര ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല, അതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ആ സമയം കൊണ്ട് ഹീറോയിനും ഇവർ രണ്ടുപേരും അവിടെയുള്ള എല്ലാവരെയും അടിച്ചു കൊല്ലുന്നു. അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും ആ ഒരു കടൽക്കരയിൽ തന്നെ തീയെല്ലാം കൂട്ടിയിട്ട് ഇവരെ റെസ്റ്റ് എടുക്കാണ്. കല്ല് മനുഷ്യനാണെങ്കിലോ തീ ആണെന്നത് കൊണ്ട് കുറച്ച് ദൂരെയായിട്ട് മാറിയിരിക്കും. അതുപോലെ രാത്രി മുഴുവനായിട്ട് ഹീറോയും അരീനയും കണ്ണും നോക്കി തന്നെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇവരെല്ലാവരും കുതിരയെടുത്തിട്ട് അക്കുബ എന്ന് പറഞ്ഞ മറ്റൊരു നഗരമുണ്ട് അവിടേക്ക് പോകും. അപ്പോൾ ഇവിടെയാണ് ഈ കടൽക്കരയിൽ ജീവിക്കുന്ന ആളുകളുള്ളത്. അവരുടെ കയ്യിൽ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും എടുത്തിട്ട് ഈ കടൽ കടന്നു പോകാനാണ് ഇവരുടെ പ്ലാൻ. പക്ഷേ ബോട്ട് വാങ്ങിക്കാനുള്ള പണം ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ട് കുതിരയെ വിറ്റിട്ട് ബോട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ആ ഒരു നഗരത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ കെൻസ ഉണ്ടല്ലോ, അവളുടെ ആളുകളെ ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നിർത്തിയിട്ടുണ്ട് ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ അവരുടെ കണ്ണിൽ കാണാതെ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ഈ സാധാരണ ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ അതെല്ലാം വെച്ച് വേഷം മാറി സാധാരണക്കാരെ പോലെ തന്നെ ഇവരുടെ ഇടയിലൂടെ നടക്കുകയാണ്. പക്ഷെ അരീനയാണെങ്കിലോ ആ നീല കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാവരും കണ്ടുപിടിക്കും ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഹീറോയിനെയും അരീനയെ ഒരുമിച്ച് നിർത്തിയിട്ട് ഓക്കെ, നിങ്ങൾ കുതിരയെ വിറ്റ് ആ ബോട്ട് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും, ഞാൻ ആ സമയം കൊണ്ട് കരയിൽ നിങ്ങളെ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് ഹീറോ നേരെ പോകുന്നതോ കെൻസയുടെ മുന്നിലേക്ക്. അവിടെ ചെന്ന് നമ്മുടെ സ്കോർപിയൻ കിങ് വെറുതെ ഇരിക്കോ അവരോട് എല്ലാവരോടും ഫൈറ്റ് ചെയ്യാണ്.
അങ്ങനെ ഇവരോട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ നഗരത്തിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും മൊട്ടയുടെ ആളുകൾ ഇവരെല്ലാവരും ഈ സ്ഥലത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കോർപിയൻ കിങ്ങിനെ അവരെല്ലാവരും കൊല്ലും എന്നുള്ള കാര്യം ഹീറോയും മനസ്സിലാക്കുന്നതും ഇപ്പൊ കല്ല് മനുഷ്യനോട് അരീനയെ നേരെ ബോട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറയും. ഞാൻ അവിടേക്ക് വരാമെന്നും പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ ഒരു കുതിര വണ്ടി എടുത്തിട്ട് ആ വഴിയെ പോവാണ്. ഇവിടെ ഹീറോ ആണെങ്കിലോ ഇവരോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് പേര് വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും ഇനിയിപ്പോൾ അവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ ആ ബിൽഡിങ്ങിൽ നിന്നും ഓടി വന്നൊരു ഒറ്റച്ചാട്ടം ചാടി വന്ന് നിൽക്കുന്നത് ആ ഒരു കുതിര വണ്ടിയുടെ മുകളിൽ. എന്നിട്ട് കെൻസയുടെ ആളുകളിൽ നിന്നും ഇത്തവണ ഇവർ രക്ഷപ്പെട്ട് നല്ല വേഗതയിൽ തന്നെ ആ ഒരു ബോട്ടുള്ള സ്ഥലത്തേക്ക് വന്ന് അവർ റെഡിയാക്കി വെച്ച ആ ഒരു ബോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് കടലിലൂടെ പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ മുട്ടയെ കാണിക്കുമ്പോൾ മുട്ട വില്ലൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹീറോയിന്റെ രാജ്യത്തേക്ക് പോവാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് ആ രാജാവിന്റെ മകൻ, ഞാനാണ് ഇവിടുത്തെ രാജാവിന്റെ മകൻ എന്ന് പറഞ്ഞ് മുട്ടയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും മുട്ട അങ്ങനെയാണെങ്കിൽ നീ മരിക്കെന്നും പറഞ്ഞ് അവന്റെ കയ്യിലുള്ള ആ വാള് വെച്ചിട്ട് ആ രാജാവിന്റെ മകനെ കൊല്ലുന്നതും ഇതേ കാര്യം അരീനയ്ക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടാണ് അരീന ഹീറോയിനോട് പറയുന്നത്, നിന്റെ രാജ്യത്തേക്ക് ആ വില്ലൻ പോയിട്ടുണ്ട്, നിനക്കൊരു സഹോദരനുണ്ടോ? അതേന്ന് പറയുന്നതും നിന്റെ സഹോദരനെ നെബ്സറാക്ക് കൊന്നു, നിന്റെ നഗരവും അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതും ഇത് കേട്ട ഹീറോയിന് നല്ല വിഷമാവുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നഗരത്തിന്റെ ഒരേ ഒരു റാണി അത് ഹീറോയിൻ മാത്രമാണ്. പക്ഷെ അവളെ ഫോളോ ചെയ്യാനായിട്ട് ഇനി ആരുമില്ല. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവരെല്ലാവരും വരുന്നത് അമോനിസ് എന്ന് പറഞ്ഞിട്ടൊരു നഗരത്തിലേക്കാണ്. അതും ഒരു മരുഭൂമി നഗരമാണ്. ഇവിടെ അധികം ജനങ്ങളൊന്നും താമസിക്കാറില്ല. അങ്ങനെ ഇവരെല്ലാവരും അവിടേക്ക് വന്നിട്ട് നമ്മുടെ മൊട്ട വില്ലൻ ആ വാൾ എവിടെ നിന്നാണ് എടുത്തത് അതേ ഗുഹ കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് വരുന്നു. അങ്ങനെ അകത്തേക്ക് നോക്കുമ്പോൾ നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ വെളിച്ചം വേണമല്ലോ. അപ്പോൾ തീപ്പന്തം കത്തിച്ചിട്ട് കല്ല് മനുഷ്യനോട് വെളിയിൽ നിൽക്കാൻ പറയും. അപ്പോൾ കല്ല് മനുഷ്യൻ പറയും, ഇല്ല, ഇനി നിന്നെ വിട്ട് ഞാൻ എവിടെയും പോകത്തില്ല, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്നുകൂടി രക്ഷപ്പെടും, അതുകൊണ്ട് നിന്നോടൊപ്പം തന്നെ ഞാൻ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഓക്കെ, അവസാന ആളായിട്ട് നീ തന്നെ വരാൻ പറഞ്ഞ് ഇവർ മുന്നിൽ പോകുന്നു. കല്ല് മനുഷ്യൻ ഏറ്റവും പുറകിൽ വരുന്നു. അങ്ങനെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ആ ഒരു വലിയ കല്ലറ കാണുന്നുണ്ട്. അങ്ങനെ വെളിച്ചം എല്ലായിടത്തും ഇവർ കൊടുക്കുമ്പോഴത്തേക്കാണ് കല്ല് മനുഷ്യൻ പേടിച്ച് ഒരു തൂണിന് പിറകിൽ ഒളിക്കുമ്പോൾ അരീന പറയും, ശരി, ഞാൻ വരുന്നത് വരെ നീ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞ് അവളും ഒരു തീപ്പന്തം എടുത്ത് ഇവിടെ മുഴുവനായിട്ട് അന്വേഷിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു വലിയ പക്ഷിയുടെ ശില്പം അവിടെ ഉള്ളത്. ഈജിപ്ഷ്യൻ പുരാണങ്ങൾ പ്രകാരം ഈ പക്ഷി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പക്ഷിയാണ്. അങ്ങനെയാണെങ്കിൽ ആ വാള് നശിപ്പിക്കാനുള്ള രഹസ്യങ്ങൾ ഇതിനുള്ളിലായിരിക്കും എന്ന് പറഞ്ഞ ആ ഒരു പ്രതിമ അത് തകർക്കാനായിട്ട് ഇവർ നിൽക്കുകയാണ്. എന്നിട്ട് നേരെ കല്ല് മനുഷ്യൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട് നിന്റെ കയ്യിലുള്ള ആ ഒരു ഗത എനിക്ക് വേണമെന്നും പറഞ്ഞ് അത് കുറച്ചു നേരം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഈ പക്ഷി ശില്പത്തിന്റെ തല അടിച്ചങ്ങ് തകർക്കും. നോക്കുമ്പോഴത്തേക്കാണ് അതിനുള്ളിലെ ഈ വാൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെടുത്ത് വായിക്കുമ്പോഴത്തേക്കാണ് പല 100 വർഷങ്ങൾക്ക് മുന്നേ ഒരു രാജാവ് തൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി അനുബിസ് ദൈവത്തിനോട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രാർത്ഥന നടത്തി. അതൊരു തപസ് പോലെ. ആ തപസിന്റെ അവസാനം ആ രാജാവ് ചോദിച്ച വരമായിരുന്നു ആ ഒരു വാള്. അപ്പൊ തന്റെ അത്രയും വലിയൊരു ഭക്തനായതുകൊണ്ട് തന്നെ അനുബിസ് ദൈവം അവൻ ആ ഒരു വാള് കൊടുക്കുകയും ചെയ്തു. അതും നരകത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് ആ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ 1 വർഷത്തോളം മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവന്റെ ശത്രുക്കളെല്ലാം കൊന്ന് അവൻ തിരിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ വരുമ്പോൾ ആ രാജാവിന്റെ ഭാര്യ പ്രസവിച്ചു. അത് ഒരു പെൺകുഞ്ഞ്. വന്ന് നോക്കുമ്പോൾ ആ ഒരു പെൺകുഞ്ഞിന്റെ ശരീരം മുഴുവനായിട്ടും അവൻ കൊന്ന ആളുകളുടെ പേര് തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. അനുബിസ് ദൈവത്തിനോട് എന്താ പ്രതിവിധി ചോദിക്കുമ്പോൾ അനുബിസ് ദൈവം വീണ്ടും അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഈ വാളിന്റെ ശക്തി ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നീ കൊന്ന ആളുകളുടെ പേരെഴുതിയിട്ടുള്ള ഈ ഒരു കുഞ്ഞിനെ നീ കൊല്ലണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വാള് നിനക്ക് നശിപ്പിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നതും വേറെ വഴിയില്ലാതെ സ്വന്തം കുഞ്ഞിനെ ആ രാജാവ് കൊല്ലാനായിട്ട് തയ്യാറാവുന്നു. ഇത് മനസ്സിലാക്കിയ ആ രാജാവിന്റെ ഭാര്യ രാജകൊട്ടാരത്തിൽ തന്നെ പൂജാരിയായിട്ടുള്ള ഒരാളെ വിളിച്ച് അയാൾ വഴി ഈ കുഞ്ഞിനെ ആരും അറിയാത്ത മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കും. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ആ രാജാവിനാണെങ്കിലോ ഈ വാളിന്റെ ശാപം തന്റെ തലയിൽ കയറി ഒരു ഭ്രാന്തനെ പോലെയായിട്ട് മാറി ആ വാളുകൊണ്ട് തന്നെ സ്വയം മരിക്കുമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഹരീനയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, തന്റെ അച്ഛനാണ് ആ ഒരു രാജാവെന്നും അന്ന് ഒളിപ്പിച്ച ആ ഒരു കുഞ്ഞ് താനാണെന്നും. അങ്ങനെയാണെങ്കിൽ ഹരീനയുടെ വയസ്സെന്ന് പറയുന്നത് 600, 700 ഇത്രയും വർഷം ഉണ്ടാവും. ഇപ്പൊ ഹരീനയെ കൊന്നു കഴിഞ്ഞാലേ ആ ഒരു വാളിന്റെ ശാപം ഇല്ലാതാവും എന്നിവർ മനസ്സിലാക്കുന്നതും കറക്റ്റ് സമയത്ത് കെൻസയും അവളുടെ ആളുകളും അകത്തേക്ക് വന്നു. ഇവർ പറയുന്നതെല്ലാം കേട്ടിട്ട് ഓ, അപ്പൊ ബുക്ക് ഓഫ് സോൾ എന്ന് പറഞ്ഞാല് അതൊരു പെണ്ണാണല്ലേ എന്നും പറഞ്ഞിട്ട് ഇവരുടെ രണ്ടുപേരുടെ കഴുത്തില് ഒരു വിഷ അമ്പ് വിട്ടുകൊടുക്കും. അങ്ങനെ ഹീറോ മയക്കി താഴെ വീഴുന്നതും ഇപ്പൊ ഇവരെല്ലാവരെയും കൊണ്ട് അവിടെ നിന്ന് ഇവർ പോവാണ്. ഇവിടെ ആ ഒരു അഘോരി ആളുകളാണെങ്കിൽ അവരുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കുറെ കുതിരകൾ അതിലൂടെ പോകുന്നു. നോക്കുമ്പോഴത്തേക്കും അതിലൊരു കുതിരയിൽ നമ്മുടെ ഹീറോ മയങ്ങി കിടക്കുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോയിട്ട് അവസാനം വില്ലന്റെ മുന്നിലേക്ക് നമ്മുടെ ഹീറോയെ കൊണ്ടുവരാണ്. ഹീറോ ഇപ്പോഴും മയങ്ങി കിടക്കാണ്. അങ്ങനെ ഹീറോയെ കെട്ടിയിടുമ്പോഴത്തേക്കും വില്ലൻ അടുത്തേക്ക് വന്നിട്ട് ഓ, ഇതാണോ എല്ലാവരും പറയുന്ന ആ ഒരു സ്കോർപിയൻ കിങ്, കണ്ടിട്ട് ഒരു വലിയ വീരനെ പോലെ തോന്നുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ കെൻസിയോട് പറയും, ശരി, ഇവൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് എനിക്ക് കാണണം,
അതുകൊണ്ട് ഇവന്റെ മയക്കം തെളിയുമ്പോൾ എന്നോട് പറയും ഇവനോട് ഫൈറ്റ് ചെയ്ത് ഇവൻ എനിക്ക് കൊല്ലണമെന്ന് പറഞ്ഞിട്ട് മൊട്ട അവിടെ നിന്ന് പോവാണ്. ഇവിടെ മറ്റൊരിടത്ത് കാണിക്കുമ്പോഴത്തേക്ക് ഒരു കൂടിനുള്ളിൽ നമ്മുടെ ഹീറോയിൻ അതേപോലെ തന്നെ അവളുടെ ഇനത്തിലുള്ള ഒരുപാട് പേരെയും അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഹീറോയിൻ അവരോട് ചോദിക്കും, ശരി ഒരുപക്ഷെ ഞാൻ നിങ്ങളെ യുദ്ധത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് വരാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, രാജകുമാരി ഞങ്ങൾ ഏത് നിമിഷവും നിങ്ങളോടൊപ്പം വരാൻ തയ്യാറാണ്, നിങ്ങളൊരു വാക്ക് പറയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നെല്ലാം പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം, അതിപ്പോഴല്ലാന്നും പറഞ്ഞ് ഇവിടെ നമ്മുടെ വില്ലനും വില്ലിയും അരീനയെ പിടിച്ചു വെച്ചിട്ട് അവളുടെ സൗന്ദര്യം ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല വില്ലന്റെ കയ്യിലുള്ള ആ ഒരു വാൾ ഉപയോഗിച്ച് അരീനയെ കൊല്ലാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ വാൾ നശിക്കും. ഇപ്പോൾ ഈ വാളിനെ അല്ലാതെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവളെ തീരിട്ട് കൊല്ലണം. അങ്ങനെയാണെങ്കിലേ ഈ വാള് അവന് സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി ഇതിന് വെളിയിൽ വലിയ രീതിയിൽ തീയെല്ലാം കൂട്ടിയിട്ടിട്ട് ഇപ്പൊ അരീനയെ അതിലേക്ക് തള്ളിയിട്ട് കൊല്ലാനായിട്ട് ഇവര് റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അരീനയെ അവിടേക്ക് കൊണ്ടുപോകുന്നതും ഇപ്പോൾ ഹീറോയുടെ അടുത്ത് കാണിക്കുമ്പോൾ അവന് കെട്ടിയിരിക്കുന്ന ആ ഒരു ചങ്ങലയുണ്ടല്ലോ അതിനടുത്തൂടെ ഒരുപാട് തേളുകൾ അവന്റെ ശരീരത്തിലേക്ക് കയറുന്നു. എന്നിട്ട് അവന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കടിക്കുന്നതും ഇപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ശക്തി കൂടുകയാണ്. അങ്ങനെ ഹീറോയ്ക്ക് നല്ലതുപോലെ ശക്തി കിട്ടിയിട്ട് ആ ചങ്ങലയെല്ലാം വലിച്ചു പൊട്ടിച്ച് ആ ഒരു ചങ്ങലയും വലിച്ചെടുത്ത് വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് അരീനയെ തീയിലേക്ക് ഇടാനായിട്ട് വരുമ്പോൾ ഹീറോ പെട്ടെന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്, എന്നെ കൊന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവളെ കൊല്ല് എന്ന് പറയുമ്പോൾ വില്ലൻ പെട്ടെന്ന് അപ്പൊ ഇവ എഴുന്നേറ്റല്ലേ, ശരി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹീറോയും വില്ലനും നല്ലതുപോലെ ഫൈറ്റ് ചെയ്തു. അങ്ങനെ ഇവരിവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ആ അഘോരി ടീം ഉണ്ടല്ലോ അവരിപ്പോ ഈ മലയുടെ മുകളിലേക്ക് ആരും അറിയാതെ കയറി വരുന്നുണ്ട്. അങ്ങനെ ഇവര് മുകളിലേക്ക് കയറി വന്ന് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ വില്ലൻ ഹീറോയെ കൊല്ലുന്നതിന് മുന്നേ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ നോയിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കി അവരാണെങ്കിലോ പെട്ടെന്ന് തന്നെ ഈ മലയുടെ മുകളിലേക്ക് ഓടിക്കയറി വന്ന് ഈ അമ്പില് തീ വെച്ചിട്ട് അത് ഇതിനകത്തേക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കും. അപ്പോൾ അതിലൊരു അമ്പ് വന്ന് കൊള്ളുന്നതോ വില്ലിയുടെ ദേഹത്തേക്ക് വലിയ സ്പോട്ടിൽ തന്നെ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട മൊട്ടയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് മൊട്ട ഇപ്പോ ഹീറോയോട് വന്ന് ഫൈറ്റ് ചെയ്യാണ് നല്ല ദേഷ്യത്തില്. ഇതേ സമയം ഹീറോയിൻ ആണെങ്കിലോ ഇതാണ് അവസരം എന്നും പറഞ്ഞിട്ട് തന്റെ ആളുകളോട് എല്ലാവരെയും പോയി അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുന്നതും നമ്മുടെ കൽ മനുഷ്യന് ഓടി വന്നിട്ട് ആ ഒരു കൂടങ്ങ് തകർക്കുന്നതും എല്ലാവരും അവന്റെ പിറകെ തന്നെ വെളിയിലേക്ക് വന്ന് ഇവരും അവിടെയുള്ള വില്ലന്റെ ആളുകളായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇവിടെ ഹീറോയും മൊട്ടയും നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നു. നമ്മുടെ കൽ മനുഷ്യനാണെങ്കിൽ ബോൾ അടിക്കുന്നത് പോലെ ഓരോരുത്തരെയായിട്ട് അടിച്ച് ആകാശത്തേക്ക് പറത്തുന്നുണ്ട്. ഹീറോയിനും കെൻസയും ഇവര് രണ്ടുപേരും ഇവിടെ മറ്റൊരിടത്ത് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഫൈറ്റ് എല്ലാം ഇവിടെ നടക്കുമ്പോഴത്തേക്കും ഇവിടെ മൊട്ട വില്ലൻ ഹീറോയെ അടിച്ച് താഴെക്കിടും. എന്നിട്ട് ഹീറോയെ നോക്കിയിട്ട് പറയും, ഇത്രയേ ഉള്ളൂ, നിന്നെ ഞാൻ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് ആ വാളെടുത്ത് ഹീറോയെ കുത്താനായിട്ട് വരുന്നതും കൽ മനുഷ്യനെ ഓടി വന്നിട്ട് ഇടയിലേക്ക് കയറും. അപ്പൊ ആ ഒരു വാള് കൽ മനുഷ്യന്റെ ദേഹത്തേക്കാണ് കൊള്ളുന്നത്. അങ്ങനെ ആ വാള് പിടിക്കുന്നതും കൽ മനുഷ്യൻ എന്താ വെറുതെ ഒന്നുമല്ലല്ലോ, അവൻ ഇപ്പോൾ മൊട്ടയോട് പറയും, അരീനയെ മൊട്ട എന്തായാലും കൊല്ലാൻ പോവാണ്, അതിനു മുന്നേ ഈ വാള് ഞാൻ നശിപ്പിക്കും എന്നും പറഞ്ഞ് ആ ഒരു വാളും കൊണ്ട് നേരെ ആ തീയിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ വാള് തീയിലേക്ക് വീഴുമ്പോഴത്തേക്കും ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ കെൻസ ഉണ്ടല്ലോ അവളോട് ഫൈറ്റ് ചെയ്ത അവസാനം അവളെ അവിടെ വെച്ച് കൊല്ലുന്നു. അങ്ങനെ നമ്മുടെ വില്ലനെ കാണിക്കുമ്പോൾ വില്ലിയെ നഷ്ടപ്പെട്ടു, തന്റെ വാള് നഷ്ടപ്പെട്ട ദേഷ്യത്തില് ഹീറോയുടെ കഴുത്തിൽ പിടിച്ച് അങ്ങനെ തൂക്കിയെടുത്തിട്ട് അവനെ എടുത്ത് ആ ഒരു തീയിലേക്ക് എറിഞ്ഞ് കൊല്ലാനായിട്ട് നിൽക്കുമ്പോൾ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ തന്റെ കയ്യിലുള്ള ആ ഒരു ചങ്ങല വെച്ചിട്ട് മൊട്ടയെ ഒരു ഒറ്റ ചവിട്ട് എന്നിട്ട് ആ ഒരു ചങ്ങല എടുത്ത് അവന്റെ കഴുത്തിലേക്ക് ചുറ്റി ഹീറോ തീയിലേക്ക് വീഴുന്നതിന് മുന്നേ തന്നെ മൊട്ടയെ വലിച്ച് ആ ഒരു തീയിലേക്ക് ഇടുന്നു. അങ്ങനെ വില്ലൻ ആ തീയിൽ വീഴുന്നതും ആ തീയിൽ കിടന്ന് തന്നെ വില്ലനും ഇല്ലാതാവുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ നടന്ന് ആ തീയിനുള്ളിലേക്ക് പോവാണ്. എല്ലാവരും പേടിച്ചങ്ങനെ നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരു കുഴപ്പമില്ല, അതിനകത്തുള്ള ആ ഒരു വാൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ അകത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നും ആ വാൾ എടുക്കുമ്പോഴത്തേക്കും ഇവനും അതുപോലെ ഒരു വില്ലനായിട്ട് മാറുമെന്ന് എല്ലാവരും പേടിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല, ഹീറോ ഒരു സ്കോർപിയൻ കിങ് ആണ്. ഈ വാള് നല്ലതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരാള് ഹീറോ മാത്രമാണ്. അങ്ങനെ അതെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അരീന നടന്ന് അവന്റെ മുന്നിലേക്ക് വന്നിട്ടാണ് പറയുന്നത്, ഈ വാള് ഒരു കാരണവശാലും മോശപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് എത്താൻ പാടില്ല, ഇത് നശിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി അത് എന്നെ ഇല്ലാതാക്കുക മാത്രമാണ്, അത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവളെ കൊല്ലാനായിട്ട് ഹീറോയെ കൊണ്ട് മനസ്സ് വരുന്നില്ല, പക്ഷെ അവൾക്കത് ചെയ്തേ മതിയാവൂ. അതുകൊണ്ട് അവളായിട്ട് തന്നെ നടന്ന ആ ഒരു വാളിനടുത്തേക്ക് വരുന്നതും വാള് അവളുടെ ഉള്ളിലേക്ക് കയറി അവളിപ്പോൾ പതിയെ കാറ്റിലലിഞ്ഞ് മണ്ണായിട്ട് മാറിയങ്ങ് പോവാണ്. അതോടെ അവന്റെ കയ്യിലുള്ള ആ ഒരു വാളും ഇല്ലാതാവുന്നു. അത് കഴിഞ്ഞ് ഈ ലോകത്തെ ആ ഒരു വാളിൽ നിന്ന് രക്ഷിച്ച ഹീറോ ഇപ്പൊ എല്ലാവരിൽ നിന്നും ഒറ്റയ്ക്കൊരു യാത്ര അവനായിട്ട് തന്നെ പോകുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാൻ. അതുവരെയും ബൈ.